ഫ്രണ്ട്സ് IRCTC അതായത് ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ലിമിറ്റഡിൻ്റെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ഫ്രഷേഴ്സിന് അപ്ലൈ ചെയ്യാം. കേരളത്തിൽ വേക്കൻസി ഉണ്ട്. അതുമാത്രമല്ല ഇതിലേക്ക് എക്സാമോ കാര്യങ്ങളൊന്നുമില്ല, അപേക്ഷാ ഫീസും ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണുക. പിന്നെ ഇത്തരം നോട്ടിഫിക്കേഷൻ ഒട്ടനവധി നോട്ടിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് ലഭിക്കുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് സജസ്റ്റ് ചെയ്യാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നമുക്ക് നേരെ നോട്ടിഫിക്കേഷൻ നോക്കാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. നിങ്ങൾക്ക് കാണാം 24/3/2025 IRCTC സൗത്ത് സോൺ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാണാം അപ്രന്റീഷിപ്പ് പ്രോഗ്രാമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. ഇപ്പോൾ കോപ്പ വിളിച്ചിട്ടുണ്ട്, 5 വേക്കൻസിയാണ്. അപ്പോൾ നിങ്ങൾക്ക് 10ാം ക്ലാസ് പ്ലസ് IT ആണ്. കോപ്പ ട്രേഡിൽ IT കഴിഞ്ഞവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 10ാം ക്ലാസ്സും വേണം. 12 മാസമായിരിക്കും ട്രെയിനിങ് കൂടാൻ. കേരള, കർണാടക, തമിഴ്നാടൊക്കെ ആയിരിക്കും ഇതിൻ്റെ പോസ്റ്റിംഗ് ഉണ്ടായിരിക്കുക. അപ്പോൾ ഇതിലേക്ക് മിനിമം എല്ലാ ഏജും ഇതൊക്കെ എല്ലാ പോസ്റ്റിലും എല്ലാ കാറ്റഗറിയിലും സെയിം ആണ്. അവസാനം പറയാം. എക്സിക്യൂട്ടീവ് പ്രൊക്യൂർമെൻ്റ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് 10 വേക്കൻസിയാണ്. ഇതിലേക്ക് ഗ്രാജുവേഷൻ പെർസ്യൂയിങ് ഇൻ കൊമേഴ്സ് അല്ലെങ്കിൽ CA Inter അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ അല്ലെങ്കിൽ സിമിലർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ, ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ പെർസ്യൂയിങ് ആയിട്ട് പറയുന്നത് കൊണ്ട് ആ പെർസ്യൂയിങ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത വിദ്യാർത്ഥികളാണ് അവർ എയിം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർക്കാണ് അതിലേക്ക് എക്സിക്യൂട്ടീവ് പ്രൊക്യൂർമെൻറ്റിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് ഗ്രാജുവേഷൻ പഠിച്ചുകൊണ്ടിരിക്കുക, കംപ്ലീറ്റ് ആകരുത് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ 12 മാസമായിരിക്കും ട്രെയിനിങ് ഡ്യൂറേഷൻ. ഇതിനടുത്തത് HR എക്സിക്യൂട്ടീവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ 2 വേക്കൻസി, 12 മന്ത് ആയിരിക്കും ട്രെയിനിങ്. പിന്നെ എക്സിക്യൂട്ടീവ് HRൽ നിങ്ങൾക്ക് 1 വേക്കൻസി ഉണ്ട്. ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷൻ തന്നെയാണ്. 12 മാസമായിരിക്കും ട്രെയിനിങ്. ദെൻ CSR എക്സിക്യൂട്ടീവ് ഇതിലേക്ക് നിങ്ങൾക്ക് ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്യാത്ത, അത് ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് 6 മാസമായിരിക്കും അതിൻ്റെ ട്രെയിനിങ് ഡ്യൂറേഷൻ. ദെൻ അടുത്ത മാർക്കറ്റിംഗ് അസോസിയേറ്റ് ട്രെയിനിങ് ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് 4 വേക്കൻസി അങ്ങനെ ഉണ്ട്. 6 മന്ത് ഡ്യൂറേഷൻ ആയിരിക്കും ട്രെയിനിങ് ഉണ്ടായിരിക്കുക. പിന്നെ IT സപ്പോർട്ട് എക്സിക്യൂട്ടീവ് ആണ്. ഇതിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ കംപ്ലീറ്റ് ചെയ്തവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. 12 മാസമായിരിക്കും ട്രെയിനിങ്. അങ്ങനെ 25 വേക്കൻസിയാണ്. ഓക്കെ. ഏജ് ലിമിറ്റ് 1/4/2023 എന്നാണ്. അത് പ്രിൻറ്റിംഗ് മിസ്റ്റേക്ക് ആണോ എന്നറിയില്ല. 25 ആവാനാണ് സാധ്യത. ഓക്കെ. അപ്പോൾ ആ ഒരു ഡേറ്റ് കണക്കാക്കി നമുക്ക് 15 മിനിമം ആയിരിക്കണം, 25 കഴിയാനും പാടില്ലാണ്. OBC ആണെങ്കിൽ 28 വയസ്സ് വരെയും, SC/ST ആണെങ്കിൽ 30 വയസ്സ് വരെയും, എക്സ് സർവീസിന് അതുപോലെ PWD കാൻഡിഡേറ്റ്സിനൊക്കെ ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറയാം. പിന്നെ ഗവർണർ ഉപകരണ റിസർവേഷൻ കാര്യങ്ങളുണ്ടായിരിക്കും. സെലക്ഷൻ പ്രോസസ്സിന് എക്സാം കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ പെർസെൻറ്റേജ് എത്രയാണോ അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള രീതിയിലായിരിക്കും ഇതിലേക്ക് നിങ്ങളെ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുക. 10ാം ക്ലാസ്സിൽ കൂടുതൽ മാർക്ക് ഉണ്ടെങ്കിൽ മെറിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധ്യതയുണ്ട്. വേറെ നിങ്ങൾക്ക് റിട്ടേൺ ടെസ്റ്റോ അല്ലെങ്കിൽ വൈവ അങ്ങനെയുള്ള ഇൻ്റർവ്യൂ കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. ഡയറക്റ്റ് നിങ്ങൾക്ക് എന്താണ് ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകുക. 10ാം ക്ലാസ്സിൻ്റെ മാർക്ക് നോക്കിയിട്ടാണ് ഇതിലേക്ക് സെലക്ഷൻ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ഓക്കെ. അങ്ങനെ ഒറിജിനൽ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷനും നടത്തിയാൽ അതിലേക്ക് നിങ്ങൾ സെലക്ട് ആയി. ഇതിൽ ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് മാർച്ച് 24 മുതൽ നിങ്ങൾക്ക് ഏപ്രിൽ 7 വരെ ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഇതിൽ 10ാം ക്ലാസ്സിൽ മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കും എന്നുള്ള പ്രത്യേകം കണ്ടീഷൻ ഉണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് സ്റ്റൈപ്പൻഡ് എന്ന് പറയുന്നത് IT കഴിഞ്ഞവരൊക്കെയാണെങ്കിൽ 7,000 രൂപയും ഗ്രാജുവേഷൻ കഴിഞ്ഞവരാണെങ്കിൽ 9,000 രൂപയും സ്റ്റൈപ്പൻഡായിട്ട് ലഭിക്കുന്നതാണ്. ഇത്രയാണ് നോട്ടിഫിക്കേഷനിലായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ലിങ്ക് തരും. അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ IRCTC നിങ്ങൾക്ക് കാണാം. ഈ പേജിലേക്ക് വരും. താഴെ സ്ക്രോൾ ഡൗൺ ചെയ്യാൻ നിങ്ങൾ ഏറ്റവും താഴെയായിട്ട് ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് കൊടുത്തിട്ട് നോട്ടിഫിക്കേഷൻ ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ഓപ്പൺ ആക്കുക. ഇത് നമ്മൾ NAPS അതായത് NAPSൻ്റെ പോർട്ടൽ വഴിയാണ് നമ്മളോട് അപ്ലൈ ചെയ്യാൻ അതിൽ പറഞ്ഞിരിക്കുന്നത്. അത് പ്രകാരം നമ്മൾ NAPSൻ്റെ സൈറ്റാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ കാണാൻ ലോഗിൻ ഓർ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ഉണ്ട്. അതിൽ കാൻഡിഡേറ്റ്സ് ഉള്ള സെലക്ട് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, രജിസ്റ്റർ ആസ് കാൻഡിഡേറ്റ്സ് ഉള്ള സെലക്ട് ചെയ്ത് നിങ്ങൾ ഫുള്ള് ഇതിൽ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മുടെ പ്രൊഫൈൽ 100% ആക്കണം. അതിനുശേഷം നമ്മളിവിടെ എന്ത് ചെയ്യണം, അപ്രന്റീഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളത് സെലക്ട് ചെയ്യുക. എന്നതിന് ശേഷം ഇവിടെ സെർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്നുള്ളത് IRCTC എന്നുള്ളത് നമ്മൾ ഇവിടെ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ IRCTC ലിമിറ്റഡ് എന്ന് കാണും. അതിൽ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നിലവിൽ കാണാം 30 വാക്കൻസി ഇവിടെ കാണിക്കുന്നുള്ളൂ. അതും 2020 അവർ പോസ്റ്റ് ചെയ്താണ്, അവർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ. അപ്പോൾ നിങ്ങൾ IRCTC സൗത്ത് സോണെന്നോ അല്ലെങ്കിൽ IRCTC എന്ന് മാത്രമായിട്ടോ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇപ്പം ഞാൻ ഇതിൽ ചെയ്തിട്ട് അവർ പറഞ്ഞത് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. നോട്ടിഫിക്കേഷൻ കൂടെ കാണാൻ പറ്റും. ഓക്കെ. ഞാൻ ജസ്റ്റ് കാണിക്കാം. ഇതാ നോട്ടിഫിക്കേഷനിൽ നമ്മളോട് ചെയ്യാൻ പറഞ്ഞ രീതിയിലാണ് ചെയ്ത് കാണിക്കുന്നത്. അപ്ലൈ ത്രൂ പോർട്ടൽ. ഇതാണ് ആ പോർട്ടൽ. കാണാം apprenticeship.government.in എന്ന് പറയുന്ന ഇതാണ് പോർട്ടൽ. അപ്പോൾ അതാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതുവഴി നമ്മൾ ഈ സെർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. പക്ഷേ നമുക്ക് IRCTC ലിമിറ്റഡ് എന്ന് അടിച്ചിട്ട് ഇങ്ങനെയാണ് വരുന്നത്. ഇനി IRCTC ലിമിറ്റഡ് അതിൻ്റെ കൂടെ സൗത്ത് സോൺ അങ്ങനെയൊക്കെ അടിച്ചിട്ട് നിങ്ങൾ നോക്കുക, വരുന്നുണ്ടോ നോക്കുക. ഇല്ലെങ്കിൽ അവരിപ്പം 24 നോട്ടിഫിക്കേഷൻ ഓൺലൈൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവർ ഇനി ഇത് അധികവും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്.
അവർ അപ്ഡേറ്റ് ചെയ്യില്ല. നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യും, നാപ്സിൽ അത് അപ്ഡേറ്റ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ട്, ഒരു 1 വീക്ക് വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾ നോക്കുക, ഓക്കെ വന്നിട്ടുണ്ടോ എന്നില്ലേ കമൻറ്റ് ചെയ്യുക, നമുക്ക് വീണ്ടും ശ്രമിച്ച് നോക്കാം. അപ്പോൾ ഇത്രയാണ് ഞാൻ നോട്ടിഫിക്കേഷൻ കണ്ടപ്പോൾ നമ്മൾ എന്താണ് മേ ബി അത് അവർ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ അവസരം നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. അതല്ല നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ല. കാരണം ഇങ്ങനെയൊക്കെ നോക്കി നിൽക്കുന്ന ആളുകളുണ്ടാവും. അപ്പോൾ ഞാനിത് ചെയ്യാതെ നിൽക്കുകയും അവരത് അപ്ഡേറ്റ് ചെയ്താൽ നിങ്ങളുടെ അവസരം നിങ്ങളത് അറിയാതെ പോകും. അതുകൊണ്ട് അത് പോസിറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ നമ്മളത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് നമുക്ക് ഇതുള്ളൂ. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ വന്നിട്ട് ചെക്ക് ചെയ്യുക, സെർച്ച് എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ IRCTC ലിമിറ്റഡ് അടിച്ചിട്ട് ചെക്ക് ചെയ്യുക, നമ്പർ മാറുന്നുണ്ടോ നോക്കുക. ഓക്കെ, അത് പുതിയ അപ്ഡേഷൻ അവർ അത് ഡാറ്റ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിൽ നമുക്ക് ഇവിടെ കാണിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അങ്ങനെ അപ്ലൈ ചെയ്യാം. യൂസ്ഫുൾ ആണെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു.